പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂറത്തുൽ ബഖറയിലെ 155 വചനത്തിൻ്റെ തുടക്കഭാഗം പഠിക്കവേ വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്തിന് എന്ന ഭാഗമാണ് പഠിക്കുകയുണ്ടായത്. നമ്മൾ പഠിച്ച വചനം ഈ ഭാഗമാണ്. ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ എന്നത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നതിനെ തുടർന്ന് എന്ന് അവതീർണമായി, എങ്ങനെ അവതീർണമായി, പിന്നെ എന്തിന് അവതീർണമായി വിശുദ്ധ ഖുർആൻ. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹുദൻ ലിന്നാസ്, അതേപോലെ വബയ്യിനാതിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ, ഇതിൻ്റെയൊക്കെ താല്പര്യമെന്ത്, ഉദ്ദേശമെന്ത് എന്നുള്ളത് പഠിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഇവിടെ ഒരു അനുബന്ധം മനസ്സിലാക്കാനുണ്ട്. അത് ഹുദൻ ലിന്നാസ് എന്നതുമായി ബന്ധപ്പെട്ടാണ്. സൂറത്തുൽ ബഖറയിൽ നമ്മൾ രണ്ടാമത്തെ വചനം പഠിക്കവേ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ എന്ന് പഠിക്കുകയുണ്ടായിട്ടുണ്ട്. അവിടെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നത് അത് ഹുദയാണ് ലിൽ മുത്തഖീൻ. തഖ്വയുള്ളവർക്ക് ഹുദയാണ് എന്നാണ് അവിടെ പഠിച്ചത്. ഇവിടെ ഹുദൻ ലിന്നാസ്, മുഴുവൻ ജനങ്ങൾക്കും ഹുദയാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് പഠിച്ചത്. ചിലർ ഇത് വിശുദ്ധ ഖുർആനിലെ വൈരുദ്ധ്യമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ആശയങ്ങൾ വിരുദ്ധമായ നിലക്ക് വിശുദ്ധ ഖുർആനിൽ ഒരു സൂക്തമോ ഒരു സൂറയോ ഒന്നുമേ ഇല്ല. അത് വിശുദ്ധ ഖുർആൻ്റെ അളവിൽ അസംഭവിയാണ്. വിശുദ്ധ ഖുർആൻ വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല എന്നൊക്കെ അള്ളാഹു തന്നെ വിശേഷിപ്പിച്ച വിശുദ്ധ വേദമാണ്. അതിൽ പരസ്പര വിരുദ്ധമായത് ഇല്ല എന്നുള്ളത് കട്ടായമാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരിടത്ത് മുഴുവൻ ലോകർക്കും ഹുദയാണ്, മറ്റൊരിടത്ത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ് എന്ന് പറഞ്ഞതിൻ്റെ പൊരുളെന്ത്, താല്പര്യമെന്ത്, അതാണ് നമ്മൾ ഈ തുടക്കത്തിൽ മനസ്സിലാക്കുന്നത്. ഹിദായത്ത് അത് രണ്ടുണ്ട്. ഒന്ന് ഇൽമിയ എന്ന് പറയും, മറ്റൊന്ന് അമലിയ എന്ന് പറയും. ചിലർ ഹിദായത്തു തൗഫീഖി വൽ ഇൻതിഫാ, അതേപോലെ ഹിദായത്തു തബീനി വൽ ഇർഷാദ്, ഇങ്ങനെയും ഇതിനെ വിഭജിച്ചിട്ടുണ്ട്. ഹിദായത്തിനെ വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട് ഉപകരിക്കാനും ഉദവിയുള്ളവരാകാനും ഉപരിക്തമായ ഹിദായത്ത്, അതാണ് ഹിദായ അമലിയ. അത് തൗഫീഖ്, അതേപോലെ തന്നെ ഇൻതിഫാ, ഇതിനുള്ള ഹിദായത്താണ്. ഉപകരിക്കാൻ, ഉപയുക്തമാകാൻ, വിശുദ്ധ ഖുർആനിലൂടെ ഉദവിയും തുറവിയും ഉണ്ടാകാനുള്ള ഹിദായത്ത്, അതാണ് ഹിദായ അമലിയ എന്ന് പറയുന്നത്. എന്നാൽ ഹിദായ ഇൽമിയ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ വൈജ്ഞാനികമായി മാർഗദർശനമരുളുക, വിഷയങ്ങൾ വ്യക്തമാക്കുക, തബീൻ, അതേപോലെ തന്നെ ഇർഷാദ്, ഇതാണ് ഹിദായത്തിൻ്റെ രണ്ട് വകുപ്പുകൾ. ഹിദായ ഇൽമിയ വിശുദ്ധ ഖുർആൻ്റെ വൈജ്ഞാനികമായ മാർഗദർശനം
കാര്യങ്ങളെ വ്യക്തമാക്കി കൊടുത്ത് കാര്യങ്ങളെ നിർദ്ദേശിച്ചു കൊണ്ടുള്ള മാർഗദർശനം ഹിദായത്ത്. അത് ലിന്നാസ് മുഴുജനങ്ങൾക്കും വിശുദ്ധ ഖുർആൻ ആ നിലയ്ക്ക് ഹിദായത്താണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉപകരിക്കൽ, ഉത്ഭുതമാകൽ, വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട് ഉദവിയും തുറവിയും ലഭ്യമാകൽ, അത് എല്ലാവർക്കും ഇല്ല. ആ ഹിദായത്ത് അതാണ് അമലിയത്ത്, ഹിദായത്തുൽ തൗഫീഖി വൽ ഇൻതിഫാ, അത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ ഈ ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞിടത്തുള്ള ഹുദ അത് ഇൽമിയ, തബീനിയ, ഇർഷാദിയ ആയിട്ടുള്ള ഹുദയാണ്. ഹുദൽ ലിൽ മുത്തഖീൻ എന്നിടത്ത് അത് അമലിയത്താണ് ഹിദായത്ത്, അത് ലി തൗഫീഖി വൽ ഇൻതിഫാ, അതിനുള്ള ഹിദായത്തിനുള്ള ഉപകരിക്കാനുള്ള, അതേപോലെ തന്നെ എളുപ്പം, അതേപോലെ തന്നെ തുറവി, അതിനൊക്കെയുള്ള ഹിദായത്താണ്. അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ ഹിദായത്തിനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇവിടെ സൂറത്തുൽ ബഖറയുടെ 2-ാമത്തെ വചനം ഹുദല്ലിൽ മുത്തഖീൻ എന്നത് മുത്തഖീങ്ങൾക്ക് മാത്രം ബാധകമാവുന്ന ഹിദായത്തിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ ഈ 185-ാം വചനം അവിടെ ഹുദൻ ലിന്നാസ് എന്നുള്ളത് ഹിദായ ആമ്മയാണ്, അത് മുഴുവൻ ജനങ്ങൾക്കുമുള്ള ഹിദായത്തിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. 2 ആയത്തുകളും തമ്മിൽ ഒരിക്കലും വൈരുദ്ധ്യമല്ല, വ്യത്യസ്തതയാണ് അറിയിക്കുന്നത്, വേറെ വേറെ വിഷയങ്ങൾ ആണ് ഉണർത്തുന്നത്. ഈ 2 ഹിദായത്തുകൾ, ഒന്ന് ഹിദായ അമലിയ, മറ്റൊന്ന് ഹിദായ ഇൽമിയ. നമുക്കത് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആൻ തഖ്വയുള്ളവർക്ക് ഹിദായത്താണ്. എങ്ങനെ ഹിദായത്താണ്? അമലിയത്തായി, കർമ്മപരമായി, അതേപോലെ ഇൻതിഫാഇൻ്റെയും തൗഫീഖിൻ്റെയും, വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉപകരിക്കുക, വിശുദ്ധ ഖുർആൻ ഉദവിയും തുറവിയും കനിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കരഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ സ്വാധീനിക്കപ്പെട്ടത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞുപോയ ചരിത്രമാണത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അള്ളാഹു അവതരിപ്പിച്ച സൂറത്ത് ഇബ്രാഹിമിലെ ആയത്ത്, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി എന്ന ആയത്ത്. അതേപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അള്ളാഹു അവതരിപ്പിച്ച സൂറത്തുൽ മാഇദയിലെ വചനം, ഇൻ തുഅദ്ദിബ്ഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹക്കീം എന്ന ആയത്ത്. ഈ 2 ആയത്തുകൾ ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയത്, തിരുദൂതർ കരഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ നിയോഗിച്ച് യാ മുഹമ്മദ് മല്ലദീ യുബ്കീക് അബ്ഷിർ ഇന്നാ ലാ നസൂക ഫി ഉമ്മത്തിക് എന്നൊക്കെ പറഞ്ഞ സംഭവം, നിങ്ങളുടെ ഉമ്മത്തികളുടെ വിഷയത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രയാസകരമാകുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല, നിങ്ങൾ സന്തോഷിക്കൂ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിലടക്കാൻ, ആശ്വസിപ്പിക്കാൻ അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ നിയോഗിച്ച സംഭവത്തിൽ ഇവിടെ 2 ആയത്തുകൾ ഓതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ സ്വാധീനിക്കപ്പെട്ട് കരഞ്ഞ ചരിത്രം നമ്മൾ വായിക്കുന്നത്. തിരുദൂതരുടെ സമക്ഷത്തിൽ ഖുർആൻ ഓതിയപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തിരുദൂതരെ കണ്ടത് ഫൈദ ഐനാഹു തദ്രിഫാൻ എന്ന് പറഞ്ഞില്ലേ, 2 കണ്ണുകളും നിറഞ്ഞൊലിക്കുകയായിരുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ കേട്ട് അതിൽ സ്വാധീനിക്കപ്പെട്ട് മനസ്സലിഞ്ഞ് കണ്ണ് കരഞ്ഞ് വർത്തിക്കുന്ന ആ ഒരു ഹിദായത്ത്, അതാണ് ഹിദായത്തുൻ അമലിയ, ഹിദായത്തു തൗഫീഖ്, അതേപോലെ തന്നെ ഹിദായത്തുൽ ഇൻതിഫാ എന്ന് പറയുന്ന ഹിദായത്ത്. അത് മുത്തഖീങ്ങൾക്ക് മാത്രം ഖുർആൻ്റെ ഹുദയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തിരുവിയോഗത്തോടടുത്ത നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കരിക്കാൻ വരാൻ പ്രയാസം നേരിട്ട സന്ദർഭത്തിൽ മുർ അന്നാസ് ഫൽയുസല്ലു, അബ്ദുല്ലാഹി ഇബ്നു സമ്മയോട് റസൂലുള്ള പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങളോട് നിസ്കരിക്കാൻ പറയൂ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ സൗദ ബിൻത് സമ്മയുടെ സഹോദരൻ അബ്ദുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിച്ചതനുസരിച്ച് അദ്ദേഹം ജനങ്ങളോട് നിസ്കരിക്കാൻ പോകുമ്പോൾ ഉമറിനെയാണ് കണ്ടത്.
യാ ഉമർ സല്ലി ബിന്നാസ് ഫസല്ല ബിഹിം. അതിന് ഉമർ എന്നോട് നിസ്കരിക്കാൻ കൽപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിൻ്റെ ശബ്ദം കേട്ടു. അദ്ദേഹം ഒച്ചത്തിൽ ഓതുന്ന ആളായിരുന്നു ഉമർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഉമറിൻ്റെ ശബ്ദമല്ലേ? അല്ലാഹു അസ്സ വജൽ ദാലിക വൽ മുഅ്മിനൂൻ മുറു അബൂബക്കറിൻ ഫലിയുസല്ലി ബിന്നാസ്. അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ കൽപ്പിക്കൂ. അള്ളാഹും മുഅ്മിനുകളും അബൂബക്കറിനെ അല്ലാതെ കൂട്ടാക്കൂല എന്ന് പറഞ്ഞപ്പോൾ ആ സംഭവത്തിൽ നമ്മൾ ആയിഷ റളിയല്ലാഹു തആലയുടെ പ്രതികരണം വായിക്കുന്നുണ്ട്. ഇന്ന അബൂബക്കറിൻ റജുലുൻ റഖീഖുൻ ലാ യംലികു ദംഅഹു വ ഇന്നഹു ഇദാ ഖറഅൽ ഖുർആന ബക. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ലോല പ്രകൃതനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണീർ തുള്ളികളെ നിയന്ത്രിക്കാനാവില്ല. അദ്ദേഹം ഖുർആൻ ഓതിയാൽ കരയും. ചില നിവേദനങ്ങളിൽ ഇദാ ഖാമ ഫി മഖാമിക്, തിരുദൂതരെ നിങ്ങളുടെ സ്ഥാനത്ത് അബൂബക്കർ നിന്നാൽ ലം യുസ്മിഅന്നാസ മിനൽ ബുക, കരച്ചിൽ കാരണത്താൽ ജനങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഉണർത്തിയത് എന്തിനാ? ഖുർആൻ ഹുദയാണ് മുത്തഖീങ്ങൾക്ക്. എങ്ങനെ ഹുദയാണ്? ഇങ്ങനെ മനസ്സിനെ ലോലമാക്കി കണ്ണിനെ കരയിപ്പിച്ച് ജീവിതത്തിൽ സ്വാധീനിച്ച് പ്രതിഫലിപ്പിച്ചു കൊണ്ടുള്ളതായ ഹുദ. അതാണ് ഹിദായത്തുൻ അമലിയ. മക്കയിൽ ഖുറൈശികൾ ഖുർആനിൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു. എങ്ങനെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖുർആൻ പാരായണം അവർ കേട്ടതിനാൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോവുകയായിരുന്നു. അപ്പോൾ ഇബ്നു ദഖിന്ന വഴിയിൽ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ പറഞ്ഞു, ഖുറൈശികൾ എന്നെ നാട്ടിൽ നിന്ന് ഇറക്കി, ഞാനിനി നാട് വിട്ടു പോവുകയാണ്. അപ്പോൾ ഇബ്നു ദഖിന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു തടഞ്ഞു. ലാ തഖ്റുജ് വലാ തുഖ്റജ്, അങ്ങ് പുറത്തു പോകാൻ പാടില്ല, പുറത്താക്കപ്പെടാൻ പാടുള്ളതല്ല. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുണഗണങ്ങൾ എണ്ണി ഖുറൈശികളോട് വന്നിട്ട് അദ്ദേഹം കയർത്തു സംസാരിച്ചു. അബൂബക്കറിനെ പോലുള്ള ഒരാൾ മക്ക വിട്ടു പോകാൻ പാടുള്ളതല്ല, പുറത്താക്കപ്പെടാവതല്ല. യക്സിബുൽ മഅദൂം, ഇല്ലാത്തവന് നേടിക്കൊടുക്കുന്ന, യസിലുർ റഹിം, രക്തബന്ധം ചാർത്തുന്ന, യഹ്മിലുൽ കൽ, പ്രാരാബ്ദം പേറുന്നവനെ താങ്ങുന്ന, യഖ്രിദ് ദൈഫ്, അതിഥികളെ സൽക്കരിക്കുന്ന, യുഈനു അലാ നവായിബിൽ ഹഖ്, കാലക്കെടുതികൾ ഉണ്ടാകുമ്പോൾ സഹായഹസ്തങ്ങൾ നീട്ടുന്ന മനുഷ്യനാണ് അബൂബക്കർ. അതുകൊണ്ട് ഞാൻ അബൂബക്കറിന് അഭയം നൽകിയിരിക്കുന്നു, അദ്ദേഹം മക്കയിൽ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇബ്നു ദഖിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിൽ വീണ്ടും കൊണ്ടുവന്ന് പാർപ്പിച്ച് ആ ചരിത്രം വിശദീകരിക്കുന്ന സമയത്ത് കാണാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറക്കനെ ഓതി വീട്ടിൽ നിസ്കരിക്കുമായിരുന്നു. അത് കേട്ട് ഖുറൈശികൾ കേൾക്കാൻ ഒത്തുകൂടും. സ്ത്രീകളും കുട്ടികളും വിശിഷ്യ അവർ അദ്ദേഹത്തിൻ്റെ പാരായണം ശ്രവിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടും. അതോടുകൂടി ഖുറൈശികൾ ഇബ്നു ദഖിന്നക്കെതിരിൽ ഇറങ്ങിയതും അബൂബക്കർ റളിയല്ലാഹു അൻഹു പരസ്യമായി ഓതുന്നത് വിലക്കിയതും ഒക്കെ ചരിത്രത്തിൽ ആ സംഭവത്തിൽ കാണാം. വക്കാന യുസല്ലി ഫീഹി, വീട്ടിന് മുറ്റത്ത് അദ്ദേഹം ഒരു മസ്ജിദ് ഉണ്ടാക്കി അതിൽ നിസ്കരിക്കുമായിരുന്നു. വയഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതുമായിരുന്നു. ഫയഖിഫു അലൈഹി നിസാഉൽ മുശ്രിക്കീൻ വ അബ്നാഉഹും വഹും യഅജബൂന മിൻഹു വയൻദുറൂന ഇലൈഹി എന്നാണ്. ഖുറൈശി സ്ത്രീകളും കുട്ടികളൊക്കെ അദ്ദേഹത്തിൻ്റെ ഓത്ത് കേൾക്കാൻ വേണ്ടി നിൽക്കും. അവരൊക്കെ ആശ്ചര്യം കൂറും, അദ്ദേഹത്തെ നോക്കും. എന്നിട്ട് ചരിത്രത്തിലാണ് വക്കാന അബൂബക്കർ റജുലൻ ബക്കാഅൻ ലാ യംലികു ഐനൈഹി ഇദാ ഖറഅൽ ഖുർആൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുന്ന വ്യക്തിത്വമായിരുന്നു. ഖുർആൻ ഓതിയാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാനാകുമായിരുന്നില്ല, അങ്ങനെ അദ്ദേഹം കരയുമായിരുന്നു എന്നാണ്. ഞാനിതെന്തിനാ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ ഇങ്ങനെ സ്വാധീനിച്ചും പ്രതിഫലിപ്പിച്ചും ഹിദായത്താണ്. അത് മുത്തഖീങ്ങൾക്കുള്ള ഹിദായത്താണ്. അത് ചരിത്രത്തിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളം. ഇപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു, അൽഖമ ഇബ്നു വഖാസ് പറയാണ്, ഉമറിനെ പിന്നിൽ നിസ്കരിക്കായിരുന്നു. ഉമർ സൂറത്ത് യൂസുഫ് ഓതി. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള പരാമർശം വരുമ്പോഴെല്ലാം സമീഅതു നശീജഹു മിൻ വറാഇ സുഫുഫ്, സഫുകൾക്ക് പിന്നിൽ ഉമറിൻ്റെ ഏങ്ങൽ, കരച്ചിൽ ഞാൻ കേൾക്കുമായിരുന്നു എന്നാണ് അൽഖമ പറയുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ശദ്ദാദ് പറയാണ്, സമീഅതു നശീജ ഉമർ വഅന ഫി ആഖിരി സുഫുഫ്, ഏറ്റവും പുറകിലെ സഫിലാണ് ഞാൻ നിസ്കരിക്കുന്നത്, പക്ഷേ ഉമറിൻ്റെ കരച്ചിൽ ഞാൻ കേൾക്കും. എപ്പോൾ?
ഉമർ ഓതുമ്പോൾ എന്തോതുമ്പോൾ ഇന്നമ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാ എന്ന സൂറത്ത് യൂസുഫിൽ ആയത്ത് ഓതിയപ്പോൾ കരഞ്ഞത് ബേക്കിൽ കേട്ടതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ, ഉമറിൻ്റെ അളവിൽ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇവരുടെയൊക്കെ സഹാബികളുടെയൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാനിത് ഉദാഹരിച്ചത് എന്ത് മനസ്സിലാക്കാനാണ്? വിശുദ്ധ ഖുർആൻ്റെ ഹിദായത്ത് അത് രണ്ടുണ്ട്. ഒന്ന് തൗഫീഖിൻ്റെ, ഇന്തിഫായിൻ്റെ, ഉപകരിക്കുന്നതിൻ്റെ, വിശുദ്ധ ഖുർആൻ ഉദവി, തുറവി, എളുപ്പം കനിയുന്നതിൻ്റെ ഹിദായത്ത്. അതാണ് ഹിദായ അമലിയ, പ്രായോഗികമായി പ്രാവർത്തികമായിട്ടുള്ളതായ ഹിദായത്ത്. അതാണ് ഹുദല്ലിൽ മുത്തഖീൻ എന്നത് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഹുദല്ലിന്നാസ്, മുഴുജനങ്ങൾക്കും ഹുദ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ വിശ്വസിച്ചവനും അവിശ്വസിച്ചവനും, സത്യാന്വേഷിക്കും സത്യനിഷേധിക്കും, ഏകദൈവ വിശ്വാസിക്കും ബഹുദൈവ വിശ്വാസിക്കും എല്ലാവർക്കും ഹിദായത്താണ്. ആ ഹിദായത്ത് ഇൽമിയത്താണ്. വൈജ്ഞാനികമായി കാര്യങ്ങൾ വ്യക്തതയ്ക്ക്, അതേപോലെ നിർദ്ദേശം ഉപദേശം കനിഞ്ഞുകൊണ്ടൊക്കെ എല്ലാവർക്കും ഹിദായത്താണ്, എല്ലാവർക്കും മാർഗദർശകമാണ്. അൽ വലീദ് മുശ്രിക്കുകൾക്ക് വേണ്ടി ഉത്ബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിച്ച ചരിത്രം ഇവിടെ നമ്മൾ പറഞ്ഞിട്ട് മുമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കേട്ടു, പറയാനുള്ളതെല്ലാം പറയാൻ സമ്മതിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞു കൊടുത്തത്? ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ ബഷീറൻ വനദീറ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്താണ്. സൂറത്തുൽ ഫുസ്സിലത്തിൻ്റെ തുടക്ക ഭാഗങ്ങളാണ് ഓതിക്കൊടുത്തത്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകർക്ക് ഖുർആൻ ഓതി അവർക്ക് കാര്യങ്ങൾ വ്യക്തമാകാൻ, നെല്ലും പതിരും വേർതിരിയാൻ, സത്യം ഗ്രഹിക്കാൻ, അസത്യം ബോധ്യപ്പെടാൻ, ആ നിലക്ക് ഇൽമിയായ വ്യക്തത കനിയുന്ന മാർഗനിർദ്ദേശം നൽകുന്ന ഹിദായത്താണ് വിശുദ്ധ ഖുർആൻ. അത് മാലോകർക്കെല്ലാം. ആ ഹിദായത്തിനെയാണ് ഇവിടെ ഹുദല്ലിന്നാസ് എന്ന ഹുദ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും വൈരുദ്ധ്യമില്ല, ആശയങ്ങൾ പരസ്പരം കൊമ്പുകോർക്കും വിധം എതിരാകുന്ന അവസ്ഥയുമില്ല എന്നതാണ് ഇവിടെ ഈ ഒരു വചനം ഹുദല്ലിന്നാസ് എന്നുള്ളത് പഠിച്ചു പോകുമ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ മുഴുവൻ ലോകർക്കും മനുഷ്യർക്കും ഹിദായത്തിനായി വിശുദ്ധ ഖുർആൻ അവതീർണമായി, മാർഗദർശകമായി, മാർഗദർശിയായി അവതീർണമായി. അതിനാൽ മൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, അതിനാൽ വല്ലവരും നിങ്ങളിൽ നിന്ന് ഷാഹിദായി അല്ലെങ്കിൽ ഹാജറായി അല്ലെങ്കിൽ അറിഞ്ഞു, ആരെ? അഷ്ഷഹർ, ഈ മാസത്തെ, എങ്കിൽ ഫല്യസുംഹു, ആ മാസത്തിൽ അവൻ നോമ്പെടുക്കട്ടെ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ വചനത്തിലെ ഓരോ പ്രയോഗങ്ങളും, അതിൽ ഈ ഫ എന്നത്, അതുപോലെ മൻ എന്നത്, ഷഹിദ എന്ന ക്രിയ, മിൻകും, അഷ്ഷഹർ, തുടർന്ന് ഫ, പിന്നെ ലാം, ഫൽ, പിന്നെ യസും ഹു, ഇതൊക്കെ പ്രത്യേകം പഠിക്കേണ്ട പദപ്രയോഗങ്ങളാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിക്കാൻ തിരഞ്ഞെടുത്ത മാസം അത് റമദാൻ മാസം. ആ മാസത്തിന് സാക്ഷിയാകുന്നവർ അതിൽ നോമ്പെടുക്കട്ടെ എന്ന് പറയുമ്പോൾ റമദാൻ മാസത്തെയും വിശുദ്ധ ഖുർആനെയും
നമ്മൾ ഗൗരവത്തിൽ കാണണം, അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളണം. ഒപ്പം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കി, നോമ്പ് കൊണ്ട് കൽപ്പിച്ചു. അപ്പോൾ ഈ നോമ്പെടുക്കുന്നതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ചേർത്ത് പറച്ചിലിൽ ഇവിടെ ഈ ഫ ഉൽ ഫസീഹയാണ്. അതിനാൽ എന്ന് പറഞ്ഞാൽ വലിയ ഒരാശയത്തെയാണത് ഉൾക്കൊള്ളുന്നത്. റമദാനിൽ വിശുദ്ധ ഖുർആനെ അള്ളാഹു അവതരിപ്പിച്ചു. ആ അവതരണത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും അത് നമ്മൾ മനസ്സിലാക്കി. ഹുദൽ ലിന്നാസ് എന്ന് തുടങ്ങിയുള്ള ഭാഗം പഠിക്കവേ. അതിനാൽ അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആനിന് കുറേ ഷറഫുകൾ, സ്ഥാനങ്ങൾ, മഹത്വങ്ങൾ മനസ്സിലാക്കാനുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ അവതീർണതയ്ക്ക് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഫജ്തമ ലിഹാദൽ ഖുർആനി അഷ്റഫു മിൻ കുല്ലിൽ വുജൂഹ് എന്ന് പറഞ്ഞ് കുറേ ഷറഫുകൾ എണ്ണുന്നുണ്ട്. എല്ലാ നിലക്കും വിശുദ്ധ ഖുർആനിന് ഷറഫ് സമ്മേളിച്ചു എന്നാണ്, മഹത്വവും സ്ഥാനവും. വിശുദ്ധ ഖുർആൻ്റെ അവതീർണതയിൽ എവിടെ ഇറങ്ങി? സ്ഥലം നോക്കിയാൽ പ്രഥമമായുള്ള അവതരണം അത് വിശുദ്ധ മക്കയിൽ ജബലുൻ നൂറിന് മുകളിൽ ഹിറ എന്ന ഗുഹയിൽ. മക്ക ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം. പിന്നെ അവിടെ തുടർന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് മക്കയും മദീനയും, പിന്നെ ഈ രണ്ട് ഹറമുകളുടെ ഓരങ്ങൾ അവിടങ്ങളിലാണ്. അപ്പോൾ ഇറങ്ങിയ സ്ഥലം നോക്കിയാൽ, പിന്നെ ഇറങ്ങിയ കാലം, സമാൻ, വിശുദ്ധ ഖുർആൻ്റെ അവതീർണതയുടെ തുടക്കം നമ്മൾ മനസ്സിലാക്കിയില്ലേ? വിശുദ്ധ റമദാൻ മാസത്തിലാണ്. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം, അതിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അതും ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയിൽ, ലൈലത്തുൽ ഖദർ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, അനുഗ്രഹീതരാവ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഇറക്കിയത് നസല ബിഹി റൂഹുൽ അമീൻ, വിശ്വസ്തനായ ആത്മാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയാണ്. അഷ്റഫുൽ മലായിക, മലക്കുകളിൽ ഏറ്റവും സ്ഥാനമുള്ള ഷറഫുള്ള മലക്ക്. അപ്പോൾ മലക്ക് ജിബ്രീൽ ഇതുകൊണ്ട് ഇറങ്ങി. എവിടേക്ക് ഇറങ്ങി? അത് അഷ്റഫുൽ ബഷർ, മനുഷ്യരിൽ ഏറ്റവും ഷറഫുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, അലാ ഖൽബിക് ലിതകൂന മിനൽ മുൻദിരീൻ. അപ്പോൾ അവിടെ ഏറ്റവും ശ്രേഷ്ഠനായ ബഷർ, മനുഷ്യനാണ് ഇത് ഇറക്കിയത്. വിശുദ്ധ ഖുർആൻ്റെ അവതീർണത ബിലിസാനിൻ അറബിയിൻ മുബീനിൻ, വ്യക്തമായ അറബി ഭാഷയാണ്. ഭാഷകളിൽ അറബി ഭാഷ അഷ്റഫുൽ ലുഗാത്ത്, ഏറ്റവും സ്ഥാനമുള്ള ഭാഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ ഈ നിലക്കുള്ള ഷറഫുകളെല്ലാം സമ്മേളിച്ച നിലക്കാണ് അവതരിപ്പിച്ചത്. മക്ക ഏറ്റവും ഷറഫുള്ള സ്ഥലം, റമദാൻ ഏറ്റവും ഷറഫുള്ള മാസം, ലൈലത്തുൽ ഖദർ ഏറ്റവും ഷറഫുള്ള രാവ്, ജിബ്രീൽ മലക്കുകളിൽ ഏറ്റവും ഷറഫുള്ള വ്യക്തിത്വം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട വ്യക്തിത്വം, ഭാഷകളിൽ ഏറ്റവും ഷറഫുള്ള ഭാഷ, വിശുദ്ധ ഖുർആൻ്റെ ഭാഷ അറബി ഭാഷ. ഈ ഷറഫുകളൊക്കെ സമ്മേളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ അവതീർണതയ്ക്ക് സാക്ഷിയായി റമദാൻ മാസം, അതിലെ ലൈലത്തുൽ ഖദർ, ആ തുടക്ക അവതീർണത, അത് അന്ന് റമദാൻ 25 രാവിൽ 24 രാത്രി, അത് നമ്മൾ ഹദീസിൽ പഠിച്ചതാണ്. വാസില ഇബ്നുൽ അസ്ഖ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു അനുഗ്രഹീത വേദം അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചതിനാൽ മൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, ഈ റമദാൻ മാസത്തിന് നിങ്ങളിൽ സന്നിഹിതർ ഹാജറുള്ളവർ അവൻ നോമ്പെടുക്കട്ടെ എന്നാണ്. ഞാൻ പറഞ്ഞു, ഓരോ പ്രയോഗങ്ങളും വിശാലമായ ആശയങ്ങളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. കുറേ ഹുക്കുമുകൾ നമുക്കിതിൽ മനസ്സിലാക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.